ഹായ് ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു ജി കെ വേൾഡ്. നമ്മുടെ തിരുവോണ ദിവസമാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൃക്കാരപ്പനാണ്. ഒരെണ്ണം നമ്മളവിടെ പൂജിച്ച ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തേക്കൊക്കെ ഒന്ന് പോകണം. ഇതിപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഞാനിങ്ങനെ അണിയിച്ചൊരുക്കിയതാണ്. ഉത്രാട ദിവസം തലേ ദിവസം അണിയിച്ചൊരുക്കിയതാണ്. ഇതാണ് എൻ്റെ പുതിയ ടീഷർട്ട്. ഞാൻ ഓണം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിക്കേണ്ടതെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അമ്പലത്തേക്കൊന്ന് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവോണമായി ഗൈസ്, പക്ഷേ ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി അത്യാവശ്യം വർക്കുകളുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ഇടണം. ഓക്കെ, ചെയ്യാൻ പോട്ടെ. അങ്ങനെ നമ്മുടെ ഓണസദ്യയൊക്കെ ആയിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ചോറ് കുറച്ചാണ് കഴിക്കുന്നത്. പക്ഷേ ഓണമല്ലേ, കൊല്ലത്തിലൊരിക്കൽ വരുന്ന സംഭവം നമ്മൾ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പായസം ഞാൻ തൊടുന്നില്ല. പായസം എന്ന് പറയുന്നത് പരിപ്പ് പായസമാണ്. പിന്നെ വേറെ ഇവിടെ പാലട വാങ്ങിച്ചിട്ടുണ്ട്. പാലട ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് കഴിഞ്ഞു. ഇനിയും മയക്കമാണ്. കാരണം ഇന്നലെ മര്യാദയ്ക്കുള്ള ഒരു ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മയങ്ങിയതിന് ശേഷം നമുക്ക് ഇന്നെൻ്റെ പഠനം നടന്നിട്ടില്ല. ഇന്നല്ല 2 ദിവസമായിട്ട് എൻ്റെ പഠനം തീരെ നടന്നിട്ടില്ല. ഞാനിപ്പോൾ ഈ ഷർട്ടിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് എനിക്ക് തീരെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുള്ള സമയം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അതിന് കണ്ടെത്തണം. എന്നിട്ട് ഈ 2 ദിവസം വിട്ടുപോയ കാര്യങ്ങളൊക്കെ അതിൽ തീർക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകണം. കാരണം എനിക്ക് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയറായിട്ടാണ് ഞാൻ കാണാറുള്ളൂ. ഒരു ഈവനിങ് വാക്കിന് വരെ പോകാനായിട്ട് സമയം കിട്ടാറില്ല, ട്യൂഷനുള്ള കാരണം കൊണ്ട്. സോ എനിക്ക് അതിനൊന്ന് ഇന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ പരമാവധി ഷർട്ടിൻ്റെ വർക്ക് ഇന്ന് തന്നെ തീർക്കാനും നോക്കണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാനൊന്ന് മയങ്ങിയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഉറക്കൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ഇവിടെ ഒരു കുമ്മാട്ടി ഉണ്ട്. കുമ്മാട്ടി എന്ന് പറയുന്നത് കാലങ്ങളായിട്ടുള്ളതാണ്. അവിടെ തൃശ്ശൂർ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ ഏരിയയിൽ ഇഷ്ടംപോലെ കുമ്മാട്ടി സംഘങ്ങളുണ്ട്. കുമ്മാട്ടി സംഘങ്ങൾ എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് പുല്ലിൻ്റെ കുമ്മാട്ടി ഉള്ളത് കൊണ്ട്, പിന്നെ ഫാൻസി ഡ്രസ്സുകൾ, പിന്നെ അല്ലറ ചില്ലറ ഘോഷയാത്രയൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ നടത്തുന്ന കുമ്മാട്ടികളുണ്ട് പലതും. ഞാൻ ഇവിടെ ഒരു കുമ്മാട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം, അതൊന്ന് കാണണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് വിഷ്വൽസ് അവിടുത്തെ എടുത്തിട്ട് അത് ഞങ്ങൾ കാണാൻ പോവായിരിക്കും. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഒളരിക്കര ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗമാണത്. ഇവിടെയാണ് നമ്മുടെ ഈ കുമ്മാട്ടിയുടെ സമാപനം എന്ന് പറയുന്നത്. ഇപ്പോൾ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ പലർക്കും പല തോന്നലുകളുണ്ടാവും. അപ്പോൾ പാലക്കാട് ആ ഭാഗത്തുള്ള കുമ്മാട്ടി എന്നൊക്കെ പറയുന്നത് വേറെ രീതിയിലാണ് കുമ്മാട്ടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ സൈഡിലൊക്കെ, തൃശ്ശൂർ സിറ്റിയോടനുബന്ധിച്ച് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഈ സംഘടനകൾ നടത്തുന്ന കുമ്മാട്ടികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫാൻസി ഡ്രസ്സുകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ്.
കുമ്മാട്ടിയൊക്കെ കണ്ട് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഷർട്ട് ഇട്ടിട്ടാണ് ഇന്ന് പോയത് കേട്ടോ കുമ്മാട്ടി കാണാനായിട്ട്. ഈ ഷർട്ട് ഇന്ന് വെറൈറ്റി പിടിച്ചതാണ്. ഈ ഷർട്ട് ഇട്ടിട്ടാണ് പോയത്. രാവിലെ ഇത് വർക്ക് തീരുമായിരുന്നെങ്കിൽ ഇന്ന് അമ്പലത്തേക്ക് ഇട്ട് പോകാമായിരുന്നു. പക്ഷെ അത് കഴിയാത്ത കാരണം കൊണ്ട് എനിക്കിന്ന് ഇത് ഇട്ടിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ ഒരു പുറത്തേക്ക് പോകുന്നത് കുമ്മാട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ അറിയാം, നല്ല തിരക്കുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പൊ ആ പരിപാടിയുടെ ഇടയിൽ ഒരു 5 മണി 5:30ക്കാണ് ഞാൻ അവിടേക്ക് എത്തുന്നത്. 5:30 എത്തുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിരുന്നു. ഈ സാധനം ഇടുമ്പോൾ ഭയങ്കര ഇടിവെട്ടായിട്ട് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പൊ ആ ഒരു നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ആരോട് കുറെ പേരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര വിയേർഡ് ലുക്കായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നു. കാരണം എന്തോ ഒരു സംഭവം ഇങ്ങനെ കാണുന്ന പോലെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളൊരു പിടി കിട്ടുന്നില്ല. പിന്നെ 2-3 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്. അത് ഓൾറെഡി അവരുടെ വാട്സപ്പിലൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വർക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി ചോദിച്ചു എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാലങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത്, മുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കുറെ നാൾക്ക് ശേഷം, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നന്നായിട്ടെന്ന് പറഞ്ഞു, പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം കിട്ടിയത്. അപ്പോൾ എനിക്ക് നല്ലൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് നല്ലൊരു ഫീൽ വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുതായി പോയെന്നുള്ളൊരു തോന്നല്. കാരണം നമ്മളിപ്പോൾ ഫുള്ള് കവർ ചെയ്തിരുന്ന പോലെ ഒരു ഫീലേക്ക് തോന്നി. അപ്പൊ അത് കുറച്ചൊന്ന് ചെറുതാക്കാമായിരുന്നു എന്നുള്ളത് വരച്ചതിന് ശേഷം തോന്നി. പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും വരച്ച് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ആൾക്കാരൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വെളിച്ചം പോയപ്പോൾ പിന്നെ ആൾക്കാരങ്ങനെ നോക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പരിപാടി കണ്ടതിൽ എനിക്ക് എടുത്തു പറയാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കുമ്മാട്ടിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നടന്നതിൽ പല കുമ്മാട്ടികളും വളരെ ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു പാർട്ടായിട്ടുള്ള ഒരു സംഘടന, അതിലും ഇതേപോലെ കുമ്മാട്ടി വളരെ ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ കുമ്മാട്ടി ഉണ്ടല്ലോ ഭയങ്കര രസത്തിൽ ഇങ്ങനെ, അവിടെ സ്ത്രീ സാന്നിധ്യം വളരെ കൂടുതലാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കുറേ സ്ത്രീകളും വേഷമിട്ടിട്ടുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫാൻസി കുമ്മാട്ടിയും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കുറെ സ്ത്രീ സാന്നിധ്യം എല്ലാം കൊണ്ടുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുമുണ്ട്, വേഷമിടുന്നതിലുണ്ട്. അവർ എന്താ പറയുക, ഭാര്യ ഭർത്താക്കന്മാരൊക്കെയാണ് അങ്ങനെ വേഷമിട്ടിട്ടുള്ളത്. കുടുംബടക്കം പിള്ളേരൊക്കെ ആയിട്ട് വേഷമിട്ടുള്ള ആൾക്കാരുണ്ട്. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു പരിപാടി കാണാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.